എന്തോരം ഹൂറിമാരാണ് നമ്മളെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നത്. ഇതൊക്കെ വെച്ച് കെട്ടലാകും എന്റെ ദാസ. ദുബായ് അല്ലേ, ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്താ ഇത്ര ആലോചിക്കാൻ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ കച്ചേരി മാളികയും മഹാഗണിയുടെയും ഇടയിൽ കൂടെ പ്രേമിച്ച് നടന്ന നമുക്ക് ഇതൊക്കെ സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ വിജയ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. എടാ വിജയ, ആ ഗഫൂർക്ക് പിന്നെയും പറ്റിച്ചു. ഇവിടെ തട്ടുകട. ഇത് കേരളം തന്നെ. അയ്യോ, ഇത് കേരളം തന്നെ. അതെന്താ ദുബായിൽ തട്ടുകട ഉണ്ടാവാൻ പാടില്ല? അയ്യോ, ഇത് നാട്ടിൽ പാട്ടുപാടി നടന്ന മുരളിച്ചേട്ടനല്ലേ? അയ്യോ, ഇത് ദുബായ് അല്ല വിജയ. ഇങ്ങനെ ഇവിടെ എത്താൻ ഒരു ചാൻസും ഇല്ല. മുരളിയാണെങ്കിൽ എപ്പോഴും അമ്പിളി കൂടെ ഉണ്ടാവണ്ടല്ലേ? ഇതാ മുരളിയൊന്നുമല്ലാന്ന് ദാസ, ഇത് വേറെ ആരോ. അയ്യോ, ഇത് ബിജു അല്ലേ? ഏത്? നമ്മുടെ ബീജനാണോ? ബീജന്റെ തലയിൽ മുടിയൊന്നും ഇല്ലായിരുന്നു. ഇത് നല്ല മുടിയൊക്കെ ഉള്ള ഒരാള്. ഇത് വേറെ ഏതോ ആളാന്നേ. അജിത്ത്, സുബി, ഗീത, ഇവരൊന്നും ദുബായ് വരാൻ ഒരു വഴിയുമില്ലാണ്ട് വിജയ. ആ ഗഫൂർക്ക് വീണ്ടും പറ്റിച്ചു. ഇത് ദുബായ് അല്ല, ദുബായ് അല്ല, ദുബായ് അല്ല. ദാസ, നീ എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ? അഴിഞ്ഞാട്ടം. ഇത് ദുബായ് തന്നെ. യൂസിലെ ചെക്കന്മാർക്കല്ലേ ദുബായിൽ അഴിഞ്ഞാടാൻ പറ്റൂ. ദേ ഒരു മാപ്പിള വരുന്നു. എടാ ദാസ, ഏതാ ഈ അലവലാതി? കണ്ടാൽ എന്തൊരു ചേര, ഓനൊന്ന് ചിരിച്ചാൽ എന്തൊരു രസമാ. കുടുംബത്തിൽ പിറന്നവൻ ആരും പറയും അബുദാബിക്കാരൻ ഈരാന്റെ മോന. അസൂയയുമില്ല, അഹങ്കാരമില്ല, വലിക്കുകയില്ല, കുടിക്കുകയില്ല, കുളിക്കാറുമില്ല. മുജീബ് കുളിക്കാറുമില്ല. മുജീബിനെ കണ്ടാൽ എന്തൊരു ചേര, ഓനൊന്ന് ചിരിച്ചാൽ എന്തൊരു രസമാ. കുടുംബത്തിൽ പിറന്നവൻ ആരും പറയും അബുദാബിക്കാരൻ ഈരാന്റെ മോന. അസൂയയുമില്ല, അഹങ്കാരമില്ല, വലിക്കുകയില്ല, കുടിക്കുകയില്ല, കുളിക്കാറുമില്ല. മുജീബ് കുളിക്കാറുമില്ല. പാത്തൂരി വെങ്കട്ടാലോചിച്ചനേകമ്പർ വന്നാലേ അവൾക്ക് പരിഷ്കാരനായാലും മാപ്പിള ആകണമെന്നാലേ. തക്കുമ്മ പാടത്തിൽ ചുണ്ണിക്കാക്കാനെ മുത്തമരനാണേ മാമുട്ടിയ. സെപ്റ്റംബർ ആയിട്ടും മുംബൈയിൽ പോയി കറങ്ങി തിരിഞ്ഞാനേ. सलाम सलाम बिन मोहम्मद सलाम.
Yeah.